ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോവാണേ. ഇന്നേ വരെ ടി വിയിൽ പോലും ഞാൻ തൃശ്ശൂർ പൂരം ഇരുന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ലൈവായിട്ട് പൂരം കാണുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നേ. ഇന്നലെ ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടു. പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും, അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക, പെൺകുട്ടികളുടെ ചന്തിക്ക് പിടിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കൈകൾ വരുമെന്ന്. പക്ഷെ നമുക്ക് ഈ വക ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കാൻ നിർത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് നാൾ ഭയങ്കര ആയതുകൊണ്ട് കുടമാറ്റത്തിൻ്റെ പകുതിയായപ്പോൾ നമ്മളെത്തി. ഓൾറെഡി നമ്മൾ വൈകി, അതുകൊണ്ട് കുടമാറ്റത്തിൻ്റെ പകുതിയെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഇനി നമുക്ക് പകൽപ്പൂരമാണ് കാണേണ്ടത്. അത് കാണാനാണ് ശരിക്കും എക്സൈറ്റ്മെൻറ്റായിട്ട് ഈ ഓടുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇനി കുറച്ച് ഏറെ നടക്കണം കേട്ടോ. അങ്ങോട്ടൊന്നും വണ്ടി അധികം പോവില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റി പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നടക്കായി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മേളവും ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, അതൊക്കെ കേട്ടിങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഉള്ളിലിങ്ങനെ തുടങ്ങിക്കാണുമോ, കുടമാറ്റം തുടങ്ങിക്കാണുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പകുതി എത്തിയപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ നിർത്തി. പൂരത്തിന് വന്നാണെങ്കിലും ഫുഡ് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസ എടുത്ത് കൈ വെച്ചേക്കണം. കാരണം ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഗൂഗിൾ പേ നമുക്ക് പണി തരും. അങ്ങനെ നമ്മൾ പുത്തൻപള്ളിയിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. നമ്മുടെ തൃശ്ശൂർ വരുന്ന എല്ലാവരും പുത്തൻപള്ളിയിൽ കയറിയിട്ടായിരിക്കാം അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിലെത്തി. എല്ലാവരെക്കാട്ടി കൂടുതൽ എനിക്കാന്ന് തോന്നുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂട്ടത്തിൽ വന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അങ്ങനെ നമ്മൾ പൂരം നടക്കുന്ന സ്ഥലത്തെത്തി. കുടമാറ്റം പകുതിയായപ്പോഴാണ് നമ്മൾ ചെന്നത്. അതുകൊണ്ട് തന്നെ കുറേ ബാക്കിൽ നിന്നിട്ടാണ് കണ്ടത്. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ പകുതി ആകാശമാണ് കിട്ടുന്നത്. എൻ്റെ കൂടെ വന്നവർക്ക് എനിക്കൊരു വീഡിയോ എടുത്ത് സഹായിക്കാനുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. അവരെല്ലാവരും അവരുടെ വീഡിയോയിൽ പല രീതികളിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ എരന്ന് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ പല ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ, അതിലിട്ടിട്ടുണ്ട്, ഇതിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആകാശം പകുതിയെങ്കിലും കുടമാറ്റം കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണാത്തവർക്ക് കാണാമല്ലോ. അങ്ങനെ കുടമാറ്റവും കഴിഞ്ഞ് പിന്നൊരു നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ എല്ലാവരുടെ ഓട്ടം നമ്മുടെ കുടമാറ്റം കഴിഞ്ഞ് പോകുന്ന ആനയുടെ പുറയിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ നിരന്ന് പോകുന്ന കാണാൻ. സാധാരണ എനിക്ക് ആനയെ പേടിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈ ആനയെ കാണുമ്പോൾ പേടിയില്ല. എല്ലാവരും കൂട്ടത്തിലുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ മുന്നിക്കടയും പുറകിൽ ഓടുമായിരുന്നു. ഇത്രയും തിരക്കിനിടയിലും കുറേ ആളുകൾക്ക് ഇങ്ങനെ ശ്വാസമുട്ടൽ അങ്ങനെ ഇങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസ് ഇതിലൊക്കെ പോകുന്നുണ്ട്. ഈ ആന പോകുമ്പോൾ സൈഡിൽ കൂടെ ആംബുലൻസ് പോകുന്നു. അയ്യോ, ഒരുവിധമാണ് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തത്. ആനയെ ഞാൻ മിസ് ചെയ്യാതെ എല്ലാം കാണിച്ചു തരും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിസ്കി ഷോട്ടുകളാണ് ഇതൊക്കെ. ഞാൻ ഫ്രണ്ടിലും പുറകിലും ഇങ്ങനെ ഓടി നടന്ന് എടുത്ത വീഡിയോസാണ്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല. എല്ലാം അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇരുന്ന് കണ്ടോ. അങ്ങനെ ആനേനെ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ പാവങ്ങൾ എത്ര നേരം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഭയങ്കര രസമായിരിക്കും. അതുങ്ങൾക്ക് പാവം തോന്നും കേട്ടോ. അതുങ്ങളുടെ നടപ്പൊക്കെ കാണുമ്പോൾ. ഞാനിങ്ങനെ നടന്നു പോകുമ്പം ക്യാമറ കയ്യിൽ തിരിച്ച് വെച്ചിട്ട് ഭയങ്കര റിസ്കി ഷോട്ടുകളൊക്കെയാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, നീ കാണിക്കുന്നത് ഫുള്ള് ആകാശമാണ്, ആനേനെ കാണിക്കുന്നില്ല എന്ന്. അങ്ങനെ ആനേനെ കാണിച്ചു. വെയിറ്റ് ചെയ്യണേ. ഏകദേശം ഒരു 10 മണിയായില്ല, ഒരു 9:30 ആയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ടൈമിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയൊക്കെ സമയമായിട്ടുണ്ടെന്നേ. അപ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് തുടങ്ങി. ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചത്. അവിടെ എത്തിയിട്ട് കുടമാറ്റമൊക്കെ കണ്ടു. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് വാഷ്റൂമിൽ പോകണം. അയ്യോ, നല്ല തിരക്കായിരുന്നു. ഇവിടുന്നൊക്കെ ആന വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പാറമേക്കാവ് അങ്ങനെ പല സ്ഥലമുണ്ടല്ലോ. അപ്പോൾ അവിടുന്നൊക്കെ വരുന്നുണ്ട്. അമ്പലത്തിൽ കയറുന്നുണ്ട്. എല്ലാം വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരും. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ആനകളെയൊക്കെ ഞാൻ വിടാതെ വീഡിയോ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. നല്ല രസമുണ്ടല്ലേ. അയ്യോ, എന്ത് ഭംഗിയായിരുന്നറിയാം. എനിക്കിത്
എത്ര തവണ പറയണമെന്ന് എനിക്കറിയില്ല, അത്രയും ഭംഗിയുണ്ടായിരുന്നു എല്ലാ ആനകളെയും കൂടെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആനകളെ ഒന്നിച്ച് കണ്ടതും ഞാൻ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഞാൻ ആദ്യമായിട്ടാണ്, അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. അങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇങ്ങനെ കുടമാറ്റം കഴിഞ്ഞ് ഈ നെറ്റിപ്പട്ടമെല്ലാം അഴിച്ചു വെച്ചിട്ട് പോകാനാന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് ചില ആനകൾ പോകുന്നത് കണ്ടായിരുന്നു. അതിലും വലിയ രസം എന്താണെന്ന് പറയട്ടെ, അവിടെ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ ഡോറ ബുജ്ജിനെയും പിന്നെ ആന അങ്ങനെയുള്ള ബില്ലൂണുണ്ടല്ലോ, ഹൈഡ്രജൻ ബില്ലൂണ്, അതുകൊണ്ട് കുറേ ആളുകൾ നടപ്പുണ്ടായിരുന്നു. കണ്ടോ തിരക്കുണ്ടോ, ഇത്രയും ജനങ്ങളുണ്ട്. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഒന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഏതെങ്കിലും പോലീസുകാരുടെ അടുത്തില്ല കാര്യങ്ങൾ പറയാം. പിന്നെ ആ ചൂട് മാറാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് മിൽക്ക് സർബത്ത് കുടിച്ചായിരുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. അതും കുടിച്ചു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത്രയും ചൂടിനിടയിൽ ഇത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ എനിക്കൊരു ലൈവ് ലൊക്കേഷൻ ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരെയും. കാരണം ഞാൻ ആനേനെയും ഇതിനെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ അവർ പിന്നെ എൻ്റെ പുറകിൽ ഓട്ടമാണ്. അതുകൊണ്ട് എനിക്കൊരു ലൈവ് ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോറ ബുജിനെ മേടിച്ചിട്ട് എൻ്റെ ബാഗിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു തോളിലൊരു ബാഗുണ്ട്, അതിലിങ്ങനെ കെട്ടിത്തന്നു. അപ്പം ഞാൻ എവിടെ പോയാലും എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാവുമല്ലോ. അങ്ങനെ പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് ജെയിനെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതും കുറേ നേരം നോക്കി നിന്ന്. പിന്നെ എനിക്ക് ഭയങ്കര എന്താണ് സന്തോഷം തോന്നിയത്, അന്നദാനം ഉണ്ടായിരുന്നു അവിടെ. അത് ക്രിസ്ത്യൻസ് അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, പക്ഷെ ക്യൂ കാരണം അവിടെ കയറാൻ പറ്റിയില്ല, അല്ലായിരുന്നു ഞാൻ നിന്നേനെ. ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. കണ്ടോ എൻ്റെ ഡോറ ബുജി എൻ്റെ പുറകെ വരുന്നത്. അയ്യോ, അങ്ങനെ നടന്ന് ഞങ്ങൾ ആദ്യം ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഷേക്ക് കുടിച്ചു. എല്ലാം രസമുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷേക്ക് കുടിച്ചു. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പം അവിടുന്ന് വരുന്നു കുറേ ആനകൾ. ഈ ആനകളെല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന്. ആ ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി അവിടുന്നും ആനയുടെ വീഡിയോ എടുത്ത്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് അപ്പോഴാണ് പറഞ്ഞത് പകൽപ്പൂരം 3 മണിക്കാണ്. പിന്നെ 3 മണി വരെ അവിടെ എന്തെടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ റൗണ്ട് തന്നെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ നടപ്പിനിടയിലാണ് നമ്മളിങ്ങനെ ആനനെ കൊണ്ടുവന്നുണ്ടോ. അയ്യോ, എല്ലാം ക്ഷീണിച്ച് പാവങ്ങൾ, അതുങ്ങളെയും കൊണ്ടുപോയി. പിന്നെ ആനയുടെ ഹൈഡ്രജൻ ബലൂണുണ്ട്. ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഡോറയെക്കാട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനത്തിനെയാണ്. എങ്ങനെയെങ്കിലും 100 രൂപയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് കുറച്ചതാ ചേട്ടാ എന്ന് കുറേ കെഞ്ചി നോക്കി. പക്ഷേ ഒരു ഇതുമില്ലായിരുന്നു. 100 രൂപയ്ക്ക് തന്നെ ഒരെണ്ണം മേടിച്ചു. ഇനി ആനേനെ മേടിച്ച ദേഷ്യത്തിലാണോ എന്നറിയത്തില്ല, പകുതി വഴിക്ക് വെച്ച് ഡോറ ബുജ്ജി നമ്മുടെ പിടിവെട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഈ ആനയാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് പൊട്ടിപ്പോയി. അങ്ങനെ 100-150 രൂപ കയ്യിൽ നിന്ന് ഒറ്റയടിക്കാണ് പൊട്ടിയത്. എന്നാലും ഇതൊക്കെ രസമല്ലേ. പണ്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ 2 ബലൂണുകൾ മാത്രമായിരുന്നു. അങ്ങനെ അതിനെ മേടിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ബാക്കി ടൈം ഫുൾ അതുവഴി കറങ്ങി അടിച്ച് കുതിരാനിൽ പോയി കേട്ടോ. അത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ആദ്യമായിട്ടാണ് കുതിരാനിലും പോകുന്നത്. ടണലിൽ അങ്ങനെ അവിടെയും പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാലൊക്കെ വേദന എടുത്തിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നായിരുന്നു. ഇരിക്കുകയും ഞാൻ ഉറങ്ങുകയും എല്ലാം കൂടെ ഒരേപോലെ ആയിരുന്നു. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടൽ. നമ്മൾ കുറച്ച് അധികം പേരുണ്ടായിരുന്നു. ഫുഡ് വരാനും കുറേ അധികം ലേറ്റായി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 12 മണി, പിന്നെ 2 മണി, എല്ലാം പെട്ടെന്ന് പെട്ടതായി. അപ്പോഴത്തേക്ക് പകുതിയും കച്ചവടക്കാരൊക്കെ ഉറങ്ങാൻ തുടങ്ങി. കുറേ പേര് അവിടെ ഇവിടെ എല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം എത്ര നേരം കൊണ്ടുള്ള ക്ഷീണമോ. ഞാനും പറഞ്ഞു എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ ഞാൻ ഉറങ്ങും, എനിക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയാനായിട്ട് അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. 3 മണിയും കഴിഞ്ഞ് 3:18 കഴിഞ്ഞ് 3:40 കഴിഞ്ഞിട്ട് തുടങ്ങിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ തറയിലിരുന്ന് എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ ഒരു ശകലം വയ്യാന്ന് പറഞ്ഞിട്ട് ഇതേത് ഗ്യാങ് ആണെന്ന് അറിയത്തില്ല, ഇവർ കൂടെ ഞാൻ അങ്ങ് തറയിലിരുന്നു. പകുതി ആയപ്പോൾ തുടങ്ങി. ഒരു 4:30 ആയെന്ന് തോന്നുന്നു ഫസ്റ്റ് വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ. നമുക്ക് വെടിക്കെട്ട് കാണാം.
അടുത്ത വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുന്നേ അവിടെ ആരോ കാറ് പാർക്ക് ചെയ്തിട്ട് കുറേ സമയം ലേറ്റ് ആയിട്ട് എന്തോരം ലാഗായിരുന്നറിയോ. അവിടെ നിന്നവരൊക്കെ ഈ കമ്മിറ്റിക്കാരെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. കാറ് കൊണ്ടുവച്ച സമയത്ത് നിങ്ങൾക്കറിയില്ലേ അവിടെ വെടിക്കെട്ട് നടക്കുന്നുണ്ടെന്ന്, പിന്നെ എന്തിനവിടെ കാറ് ഇടാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കമ്മിറ്റിക്കാരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടാമത്തെ വെടിക്കെട്ടും വന്നു. അത് ഇതിന് സൗണ്ട് കേൾപ്പിക്കുന്നില്ല. ഇടയ്ക്ക് ആന ഇടഞ്ഞെന്നൊക്കെ കേട്ടു കേട്ടോ. പക്ഷെ ഇതൊന്നും നമ്മളറിയില്ല, നമ്മൾ നിന്നത് തന്നെ വേറെ സൈഡിലായിരുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വെടിക്കെട്ടോടുകൂടി പൂരം അവസാനിച്ചു. ഈ വർഷത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങളും അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ പ്രതീക്ഷകളുമായിട്ട് എല്ലാ മനുഷ്യരും നമ്മുടെ തൃശ്ശൂർ ഗ്രൗണ്ട് വിട്ട് അവരവരുടെ വീട്ടിലേക്കും യാത്രയായി. ഭയങ്കര ഒരു സന്തോഷവും എന്തോ ഒരു ഫീൽ, അതെങ്ങനെ പറഞ്ഞറിയിക്കുമെന്നറിയില്ല. പക്ഷെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഈ പൂരത്തെ പറ്റിയുള്ള വിശേഷമാണ്. നാട്ടിൽ ചെന്നിട്ടും കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയണമല്ലോ. അങ്ങനെ എല്ലാവരും ഒരു സന്തോഷത്തോടെ ഒരു സമാധാനത്തോടെ തിരിച്ചു. കൂട്ടത്തിൽ ഞങ്ങളും തിരിച്ചു. അടുത്ത വർഷം പറ്റിയെങ്കിൽ